ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഓണപരീക്ഷ 2019 നടത്തിയ ഓണപരീക്ഷയിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ നാലാമത്തെ ചാപ്റ്ററായ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ചോദ്യങ്ങളെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ if the length of sides of a square is decreased by 3 meter, its area becomes 64 square meter. What is the length of the side of the original square? ഒരു സമചതുരത്തിന്റെ വശങ്ങളെല്ലാം 3 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 64 ചതുരശ്ര മീറ്റർ ആവും. ആദ്യത്തെ സമചതുരത്തിന്റെ വശം കണക്കാക്കുക. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഒരു സ്ക്വയറിന്റെ സൈഡുകളെല്ലാം 3 മീറ്റർ ഡിക്രീസ് ചെയ്തു. ആ ഡിക്രീസ് ചെയ്തപ്പോഴുള്ള ഏരിയ ആണ് എന്താ? 64. ഓക്കെ, അപ്പൊ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 64 ആണ്. ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇസ് ഡിക്രീസ്ഡ് ബൈ 3 മീറ്റർ. വശങ്ങളെല്ലാം 3 മീറ്റർ കുറച്ചു. ആദ്യത്തെ വശം എക്സ് ആണെങ്കിൽ 3 മീറ്റർ കുറച്ചാൽ എന്താവും? x-3 ആവും. ഓക്കെ, എങ്ങനെ മനസ്സിലായോ? ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എക്സ് എന്ന് എടുത്തു. അപ്പൊ 3 മീറ്റർ കുറച്ച് കഴിഞ്ഞാൽ ആ സൈഡ് എത്രയാവും? x-3 ആവും അല്ലെ? ആദ്യത്തെ സൈഡ് എക്സ് ആണെങ്കിൽ 3 മീറ്റർ കുറച്ചാൽ x-3 ആവും. സൈഡിന്റെ സ്ക്വയറൽ ഏരിയ, അപ്പൊ x-3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64. ഇനി സ്ക്വയർ കളയാൻ റൂട്ട് എടുത്തു. 64ന്റെ റൂട്ട്, അപ്പൊ ഇവിടുത്തെ സ്ക്വയർ ക്യാൻസൽ ചെയ്യാണ്ട് x-3 ആവും. 64ന്റെ റൂട്ട് എത്രയാണ്? 8 ആണ്. ഓക്കെ, 8 ആണ് വരിക. പ്ലസ് ഓർ മൈനസ് വരും. മൈനസ് നമ്മൾ എടുക്കുന്നില്ല, ഏരിയ ആയതുകൊണ്ട്, ലെങ്ത് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ x-3 ഈക്വൽ ടു 8 വരും. -3 ഇപ്പുറം വരുമ്പോൾ എന്താവും? +3 ആവും. അപ്പൊ 8 + 3 11. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ഒറിജിനൽ സ്ക്വയർ എന്നാണ് ചോദിച്ചത്. ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ്, അപ്പൊ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എത്രയാ? 11. ഓക്കെ, ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എത്രയാ? x ഈക്വൽ ടു 11 അല്ലെ? ആ 11ൽ നിന്ന് 3 കുറച്ചപ്പോൾ അത് 8 ആയി. അതിന്റെ ഏരിയയാണ് എന്ത്? 64 എന്ന് പറയുന്നത്. രണ്ടാമത് 2 A, റൈറ്റ് എനി വൺ പെയർ ഓഫ് സൈഡ് ഓഫ് എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ അളവുകളാകാവുന്ന ഒരു ജോഡി സംഖ്യകൾ എഴുതുക. ഓക്കെ, അപ്പൊ പെരിമീറ്റർ 40 ആവാൻ ചാൻസ് ഉള്ള ഒരു റെക്ടാംഗിളിന്റെ സൈഡുകൾ എഴുതാനാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈഡുകൾ എഴുതാം. പെരിമീറ്റർ 40 ആയാൽ മതി. നമുക്ക് നോക്കാം കേട്ടോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആൻഡ് ഏരിയ 96. പെരിമീറ്റർ 40 സെന്റിമീറ്ററും ഏരിയ 96ഉമായ ഒരു റെക്ടാംഗിളിന്റെ സൈഡുകൾ കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റത്തത് പെരിമീറ്റർ 40 ആവണം എന്നാണ് പറഞ്ഞത്. പെരിമീറ്റർ 40 ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 × L + B 40. അതിൽ ഈ 2നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഇതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ L + B ഈക്വൽ ടു 40/2 20. നീളവും വീതിയും കൂട്ടുമ്പോൾ 20 കിട്ടണം. അങ്ങനെ വരുന്ന ഏതെങ്കിലും 2 പെയർ എടുത്താൽ മതി. 19 1, 18 2 അഥവാ 19 1, 18 2, 17 3, 16 4, 15 5, പിന്നെ 14 6, 13 7, 12 8, 11 9, ഇങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഒക്കെ സമ്മുകൾ എത്രയാണ്? 20 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടിയാണ്. ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. L + B ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് പെരിമീറ്റർ. അപ്പൊ L + B എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ 20 വരുന്ന ഏതെങ്കിലും ഒരു പെയർ, ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് 9ഉം 11ഉം ആണ്. ഓക്കെ, ഫസ്റ്റത്തേന്റെ ആൻസർ ആയി. രണ്ടാമത്തത് പെരിമീറ്റർ 40 ആണ്. പെരിമീറ്റർ എത്രയാ? 40 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലും ബിയും കൂട്ടിയാൽ എത്രയാ? 20 ആണ്. അതിൽ ഒന്നിനെ നമുക്ക് x എടുക്കാം. ലെങ്ത്തിന് ഞാൻ x എടുത്തു. അപ്പൊ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ടോട്ടൽ 20 ആണല്ലോ. അപ്പൊ 1 x ആണെന്നുണ്ടെങ്കിൽ ആ 20 x മൈനസ് ചെയ്താൽ പോരെ അല്ലെ? എല്ലും ബിയും കൂട്ടുമ്പോൾ 20 ആണ്. അതിൽ ഒരാൾ x ആണ്. അപ്പൊ മറ്റാൾ എന്തായിരിക്കും? 20 - x. ഇനി ഏരിയ തന്നിട്ടുണ്ട് 96. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് x ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 - x ആണ്. ഓക്കെ, അപ്പൊ x × 20 20x മൈനസ് x × x x² ഈക്വൽ ടു 96. ഞാൻ ആദ്യം x² എഴുതിയത് -x² + 20x ഈക്വൽ ടു 96. ഞാൻ ആ x² മൈനസ് കളഞ്ഞിട്ട് അതിനെന്താക്കി? പോസിറ്റീവ് ആക്കി. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആക്കാൻ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ ഇവിടെ ഞാൻ നെഗറ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1ന്റെ നെഗറ്റീവ് എക്സ് സ്ക്വയർ ഉള്ളത് പ്ലസ് എക്സ് സ്ക്വയർ ആവും, പ്ലസ് ഉള്ളത് മൈനസ് ആകും, പ്ലസ് ഉള്ളത് മൈനസ് ആവും. ഇനി ഇതെങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നിങ്ങളോട് ഇത് കാണുന്ന നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ സെക്കൻഡ് ഡിഗ്രി പഠിക്കുന്ന സമയത്തിന് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ 2 ഇക്വേഷനാണ് നമ്മൾ മെയിനായിട്ട് അതിൽ പഠിക്കുന്നത്. ഒന്ന് സ്ക്വയർ കംപ്ലീഷനും പിന്നെ ഒന്ന് -b + or -√(b²- -4ac / 2a എന്ന് പറഞ്ഞ വലിയൊരു ഇക്വേഷൻ. നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങളും സ്ക്വയർ കംപ്ലീഷൻ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പല കുട്ടികളും ആവർത്തിച്ച് കാണുന്നതാണ് ഈ -b + or വെച്ചുകൊണ്ട് ടൈം കളയുന്നത്. ചെയ്തെഴുതി കുഴപ്പമൊന്നുമില്ല, ആൻസർ സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് എക്സാമിന് വരുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങളും ഈ സ്ക്വയർ കംപ്ലീഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, സ്ക്വയർ കംപ്ലീഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതാ. എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1 ആയി. ഇനി എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ, എക്സിന്റെ കൂടെ 20, അതിന്റെ പകുതി 10, 10ന്റെ സ്ക്വയർ 2 ഭാഗത്തും കൂട്ടണം. ഓക്കെ, എന്നിട്ട് അതിനെങ്ങനെയാണ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് എക്സ് എടുക്കും. ഇനി സ്ക്വയർ ഇല്ലാത്ത ടൈമിന് നമ്മൾ a² - 2ab + b² അല്ലെങ്കിൽ a² + 2ab ആ ഒരു ഫോർമുലോട്ടാണ് നമ്മൾ ഇതിനെ മാറ്റുന്നത്. ഒന്നെങ്കിൽ a² + 2ab + b² ആയിരിക്കും, അല്ലെങ്കിലോ a² - 2ab + b² എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിലോട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുവരാൻ നോക്കുന്നത്. ഓക്കെ, അതിന്റെ ഐഡന്റിറ്റിയിലോട്ട് മാറ്റും. a + b² അല്ലെങ്കിൽ a - b². അതെങ്ങനെ മാറ്റുന്നതെന്നുള്ളത് പറയുന്നത്. ഇതിപ്പോൾ ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്, a² - 2ab + b². അതിൽ നിന്ന് x² എക്സ് എടുക്കും. ഇനി 20xന് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കും, എക്സിന് പ്ലസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കും. ഇനി എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതി എടുക്കുക, പകുതിയുടെ സ്ക്വയർ വേണ്ട. കണ്ടോ, ഇത് a², ഇത് b². അപ്പോൾ a - b². a എന്ന് പറഞ്ഞാൽ x² എക്സ്, 10² 10. അപ്പോൾ x - 10² എന്ന് വരും, -96 + 10ന്റെ സ്ക്വയർ 100. 100 - 96 എത്രയാ? 4. ഓക്കെ, അപ്പൊ x - 10² = 4 കിട്ടും. ഇനി സ്ക്വയർ കളയാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. അപ്പൊ x - 10 = √4 കിട്ടും. ഓക്കെ, √4 എത്രയാ? 2 ആണ്. ഏരിയയും പെരിമീറ്റർ ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എടുക്കുന്നില്ല, 2 ആണ്. ഇനി -10 അപ്പുറം കൊണ്ടുവരിക, അപ്പൊ അത് +10 ആവും. 10 + 2 12. അപ്പൊ ലെങ്ത് കിട്ടി 12. അപ്പൊ ബ്രെഡ്ത്ത് എത്രയാ? 20 - 12 8 കിട്ടും. ഓക്കെ, അപ്പൊ ലെങ്ത് 12ഉം ബ്രെഡ്ത്ത് 8ഉമാണ് വരിക. ലെങ്ത് 12ഉം ബ്രെഡ്ത്ത് 8ഉമാണ് വരിക. അടുത്ത ചോദ്യം, in an AP the sum of n terms is n² + 8n. if we added some consecutive terms of the sequence gives 240. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം, സമാന്തര ശ്രേണിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം n² + 8n ആണ്. ഈ ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ കുറെ പദങ്ങൾ കൂട്ടിയപ്പോൾ 240 കിട്ടി. ഫസ്റ്റ്, റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോർ ദി സ്റ്റേറ്റ്മെന്റ്. ഈ വസ്തുതയെ രണ്ടാംകൃതി സമവാക്യമായി എഴുതുക. സം ഓഫ് ഹൗ മെനി ടേംസ് ഗിവ്സ് 240. എത്ര പദങ്ങൾ കൂട്ടിയപ്പോഴാണ് 240 കിട്ടിയെന്ന് കണക്കാക്കുക. ചുരുക്കി പറഞ്ഞ ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണാം. അതിനെ 2 സബ് ഡിവിഷൻ ആക്കി കൊടുത്തു എന്നുള്ളൂ. അപ്പൊ ആദ്യം നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്കെ, അതായത് n² + 8n = 240. ഇതിൽ കുറച്ച് പദങ്ങൾ കൂട്ടിയപ്പോൾ നമുക്കൊരു എന്താ പറയാ 240 കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കുറച്ച് പദങ്ങൾ എത്രയും നമുക്കറിയില്ല, അതിനെ നമ്മൾ n എന്നാണ് പറയുന്നത്. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. n ടേംസിന്റെ സമ്മാണിത്, n² + 8n. അപ്പൊ അതേ = 240 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ ഇനി ഇത് സോൾവ് ചെയ്യണം. നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ട് n² + 8n = 240 ഇക്വേഷനായി. ഇനി അതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. n² + 8n + 240. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ സ്ക്വയർ കംപ്ലീഷൻ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയർ കംപ്ലീഷൻ ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാന്നുള്ളത്. സ്ക്വയർ കംപ്ലീഷൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റേലോട്ട് പോയാൽ മതി. അപ്പൊ എങ്ങനെ മക്കളെ സ്ക്വയർ കംപ്ലീഷൻ കഴിയോ ഇല്ല എന്ന് അറിയണല്ലോ. സാറ് ഇപ്പം സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ സ്ക്വയർ കംപ്ലീഷൻ ആണോ മറ്റേതാണോ എന്ന് എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക അല്ലേ? അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള പറഞ്ഞാൽ എന്തായാലും നമ്മൾ റൂട്ട് കണ്ടുപിടിക്കണം, അത് ഉറപ്പാണ്. റൂട്ട് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ ഈക്വലിന്റെ അപ്പുറത്തൊരു നമ്പർ ഇല്ലേ,
അല്ലേ? ആ നമ്പർക്ക് സ്ക്വയർ ഇല്ലാത്ത ടേമിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ കൂട്ടുക. ഇവിടെ 8, 8ന്റെ പകുതി എത്രയാ? 4, 4ന്റെ സ്ക്വയർ എത്രയാ? 16 അപ്പൊ നിങ്ങൾ സൈഡിൽ എന്ത് ചെയ്യാന്നറിയോ? 240ക്ക് 16 കൂട്ടുക. 6, 4, 1, 5, 256 കിട്ടും. ഓക്കെ, എത്ര നമുക്ക് കിട്ടുക? 256. ഇനി ഈ 256 റൂട്ട് ഉണ്ടോ നോക്കുക. 256 റൂട്ട് എങ്ങനെ നോക്കുക? 6ലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ 4ൽ അവസാനിക്കുന്ന സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ 6ൽ അവസാനിക്കുന്ന സംഖ്യ ആയിരിക്കും. കാരണം 4, 16, 6, 6, 36. ഇനി 100ന്റെ മേലേക്ക് പോയിക്കണം. അപ്പൊ 10ന്റെ മേലേക്ക് പോയിക്കണ്. 400ന്റെ മേലേക്ക് പോയി. കാരണം 10ന്റെ സ്ക്വയർ 100 20ന്റെ സ്ക്വയർ 400 400 ആയിട്ടില്ലല്ലോ. അപ്പൊ 10ന്റെ മേലെ 14 അല്ലെങ്കിൽ 16, ഇത് രണ്ടിൽ ഏതോ ഒന്നാണ്. ഓക്കെ, അപ്പോ നമുക്ക് 14 × 14 ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 16 × 16 ചെയ്ത് നോക്കാം. 13 169 അല്ലേ? അപ്പൊ ഇതൊന്നും ചെയ്ത് നോക്കാം നമുക്ക് കേട്ടോ. 6, 6, 36ക്ക് 6 ശിഷ്ടം 3, 6, 3, 9, 96 കിട്ടും. പിന്നെ 6, 6, 1, 1 കണ്ട 6, 9, 6, 15ക്ക് 5 ശിഷ്ടം 1, 256 കിട്ടിയില്ലേ? അപ്പോ 256ന്റെ റൂട്ടാണ് 16. അപ്പൊ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ യൂസ് ചെയ്യാം. നമ്മൾ അവിടെ റൂട്ട് കാണേണ്ട സാധനം ഇവിടെ ആദ്യം കണ്ടുവച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ 4ന്റെ സ്ക്വയർ എത്രയാ? 16. കണ്ടോ, 240ക്ക് 16 കൂട്ടി 256 കിട്ടി. അപ്പൊ n+4 ആണ് 256. അപ്പോ n+4 എന്താവും? റൂട്ട് 256 ആവും. 256 റൂട്ട് നമുക്ക് കിട്ടിയ എത്രയാ? 16. അപ്പൊ n+4 = 16 ആണ്. അപ്പൊ n എത്രയായിരിക്കും? +4 അപ്പുറം ചെല്ലുമ്പോൾ -4 ആവും. 16ന്ന് 4 പോയാൽ എത്രയാ? 12. അപ്പൊ 12 പദങ്ങളുടെ തുകയാണ് എന്ത് എന്ന് പറയുന്നത്? 256 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്. അത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് 4ാമത്തെ ചാപ്റ്റർ അല്ലേ. മെയിൻ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ പഠിക്കേണ്ടി കേട്ടോ. നമ്മൾ 2019 എത്തിയിട്ടുള്ളൂ. നമുക്ക് 2022ലെയും 2023ലെയും ക്വസ്റ്റ്യൻസുകൾ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. 20, 21 നമുക്ക് എക്സാം ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. കൊറോണ വന്നതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റത്തെ 2 ചാപ്റ്റർ, ഓക്കെ, ഫസ്റ്റത്തെ 2 ചാപ്റ്ററിന് ഏകദേശം 10ഓളം ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്ററിന് 10 എണ്ണം, സെക്കൻഡ് ചാപ്റ്ററിന് 10 എണ്ണം, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും കുറേ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത, ഇപ്പോൾ നമ്മൾ 2019ലെ അരിത്തമെറ്റിക് സീക്വൻസും സർക്കിൾസും ചാൻസ് ഓഫ് മാത്തമാറ്റിക്സും സെക്കൻഡ് ഡിഗ്രിയും ചെയ്തു. ഇനി നമുക്ക് 2022 ചെയ്യാനും, അത് കഴിഞ്ഞിട്ട് 23. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓണപ്പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് മേടിക്കണം. ഓക്കെ, വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. സീ യു സൂൺ. ബൈ.